ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഷെവർലെറ്റ് ബീറ്റ് പെട്രോൾ ആണ് വണ്ടി. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് ആണ് വണ്ടിയുടെ കംപ്ലൈന്റ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഓവർ ഹീറ്റ് ആയത്, അതുപോലെ തന്നെ എന്താണ് അതിന്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ കാണിച്ചത് എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കസ്റ്റമറുടെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് ആവുന്നുണ്ട്, വണ്ടി വെള്ളം തിളച്ച് വെളിയിൽ പോകുന്നുണ്ട്, വണ്ടി ഇടയ്ക്ക് സ്റ്റോപ്പ് ആവുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ സ്റ്റോപ്പായിട്ട് വണ്ടി കസ്റ്റമർ എടുത്തിട്ടില്ല. പിന്നെ തണുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചതിന് മാത്രം ശേഷമാണ് കസ്റ്റമർ വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരാഴ്ചയായിട്ട് ഈ കംപ്ലൈന്റ് കാണിക്കുന്നുണ്ട്. റേഡിയേറ്റർ നല്ല രീതിയിൽ വെള്ളം കുറയുന്നുണ്ടെന്നാണ് കസ്റ്റമർ പറയുന്നത്. ഒഴിച്ച ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെള്ളം കുറയുന്നത്, താഴെ വെള്ളത്തിന്റെ അംശവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ മാറിയ ഈ പാർട്ടിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് വന്നേക്കുന്നത്. അതായത് ഇതാണ് ഇതിന്റെ വാട്ടർ പമ്പ് വിത്ത് ബോഡി വരുന്നത്. ഈ ബോഡിയിൽ ഇവിടെ ഒരു എൽബോ വരുന്നുണ്ട്. ഈ എൽബോ ഇവിടുന്ന് തുരുമ്പ് പിടിച്ചിട്ട് ഊരിപ്പോയതാണ്. അതായത് തുരുമ്പ് പിടിച്ചതിന് ശേഷം ഊരിപ്പോയതാണ് ഈ ഒരു വണ്ടിയുടെ കംപ്ലൈന്റ്. അതായത് ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് ഇതിന്റെ എൽബോയുടെ പാർട്ട് ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ വരുന്ന ആ ഒരു പാർട്ട് തുരുമ്പ് പിടിച്ചിട്ട് ഊരിപ്പോയി. കാരണം ഇത് അങ്ങനെ തുരുമ്പ് പിടിച്ച് ഊരിപ്പോകാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൂളന്റ് എന്ന് പറഞ്ഞ ഒരു സാധനം ഒഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ പൈപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ദ്രവിച്ച് ഇവിടെ ഹോളും കാര്യങ്ങളും ഒക്കെ വീണ് കിടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വാട്ടർ പമ്പ് അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് തുരുമ്പായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ ഈ പൈപ്പിന്റെ ഭാഗങ്ങളൊക്കെ ഇത് ഫുള്ള് തുരുമ്പാണ് ഈ കാണുന്നത്. അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് കൂളന്റ് മാറാത്ത വണ്ടികളിലാണ് ഇങ്ങനെ പെട്ടെന്നൊരു കംപ്ലൈന്റ് വരുന്നത്. കാരണം ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് പച്ചവെള്ളം മാത്രമേ ഉള്ളൂ, അല്ലാതെ കൂളന്റിന്റെ ഒരു അംശം പോലും ഇല്ല. അതുപോലെ തന്നെ ഈ ഹോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ മാറിയിട്ടുണ്ട്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 3 ഹോസും മാറിയിട്ടുണ്ട്. ഒന്ന് ഈ എൽബോയുടെ ഭാഗത്ത് വരുന്നത്, ഒന്ന് ഈ ഒരു ഭാഗത്ത് വരുന്ന ഹോസ്, ഇതാണ് ഇതിന്റെ ഊരിപ്പോയ ഭാഗത്ത് വരുന്ന ഹോസ്, അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ഹോസ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഹോസിന്റെ കണക്ഷൻ വരുന്നത്. നേരെ തെർമോസ്റ്റാറ്റിന്റെ ഭാഗത്തോട്ടാണ് ഈ ഒരു ഭാഗം പോകുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബെയറിങ്ങിന് മൂളിച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എക്കോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് തുരുമ്പും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പൊ നമ്മൾ മാറിയ പാട്ടും കാര്യങ്ങളും നമുക്ക് നോക്കാം. വണ്ടിയുടെ അടിഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയാലേ മനസ്സിലാവും. ഇത് കറക്റ്റ് ക്യാമറ കിട്ടുമെന്ന് അറിയില്ല. ബാക്കിയുള്ള ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. തിരക്കായതുകൊണ്ട് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് സാധിച്ചില്ല. ഇതാണ് ഇതിന്റെ വാട്ടർ പമ്പ് വിത്ത് ബോഡി പുതിയത് നമ്മൾ മാറിയിരിക്കുന്നത്. അതിന്റെ ഹോസ് റിലേറ്റഡ് ആയിട്ട്, അതുപോലെ തന്നെ അതിന്റെ മുകളിൽ വരുന്ന ഹോസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മാറ്റിയേക്കുന്നത്. അപ്പോൾ ഇതില് ഓവർ ഹീറ്റ് ആയിട്ട് കസ്റ്റമർ നോക്കുന്ന സമയത്ത് വെള്ളം വെള്ളം നോക്കുന്ന സമയത്ത് വെള്ളമില്ല, റിസർവ് ടാങ്കിൽ വെള്ളമില്ല, അല്ലെങ്കിൽ റേഡിയേറ്ററിൽ വെള്ളമില്ല, വെള്ളം ഒഴിച്ചു, അതേപോലെ തന്നെ വെള്ളം പെട്ടെന്ന് തന്നെ താഴോട്ട് പോകുന്നതായിട്ട് കസ്റ്റമർ ലാസ്റ്റ് ആണ്, അങ്ങനെ ഓവർഹീറ്റ് ആയിട്ട് ലാസ്റ്റ് ആണ് കാണുന്നത്. അപ്പൊ അങ്ങനെയാണ് വർക്ക്ഷോപ്പിലോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ആ ഒരു എൽബോ, നമ്മൾ പൊട്ടിയ ഭാഗം, ആ ഒരു എൽബോ, അതായത് മുകളിൽ നിന്നാണത് പൊട്ടിപ്പോകുന്നത്. ഇത് കറക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് അറിയില്ല. ആ മുകളിൽ നമ്മൾ ആ വീഡിയോയിൽ കണ്ട വാട്ടർ പമ്പിന്റെ ബോഡിയിലെ മുകളിൽ വരുന്ന ആ ഭാഗമാണ് പൊട്ടിപ്പോയേക്കുന്നത്. അതായത് ഈ ഭാഗത്തുനിന്ന് ഇത് പൊട്ടി രണ്ടാമത് വേറിട്ട് നിന്ന ഒരു അവസ്ഥയിലാണ് വർക്ക്ഷോപ്പിലോട്ട് വണ്ടി വരുന്നത്. അതുപോലെ തന്നെ ഈ എൽബോയ്ക്കും കാര്യങ്ങളൊക്കെ തുരുമ്പുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അപ്പൊ ഇത്രയും പാർട്ട് നമ്മൾ ഈ വണ്ടിക്ക് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹോസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൂളന്റും ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു i20 ക്ലച്ച് ടൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇതിന്റെ ക്ലച്ച്. നമ്മൾ ഗിയർ ബോക്സ് ഓൾറെഡി അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന്റെ റിലീസ് ബെയറിങ്ങിന്റെ ഭാഗത്താണ് ക്ലച്ച് തീർന്നതിന്റെ പൊടിയും കാര്യങ്ങളുമാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ റിലീസ് ബെയറിംഗ് നല്ല രീതിയിലുള്ള പ്ലേ ഉണ്ട്, അതുപോലെ തന്നെ മൂളിച്ച സൗണ്ടും ഉണ്ട്. അപ്പോൾ ഇതിന്റെ പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ വെലോസിയും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഇപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഷാഫ്റ്റ് അതെല്ലാം നമുക്ക് ഫുള്ളായിട്ട് ഈ കാണുന്ന എല്ലാം അഴുക്കാണ് ഇതിന്റെ കാണുന്നത്. ക്ലച്ച് തീർന്നതിന്റെ പൊടിയും കാര്യങ്ങളുമാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം. കൂടാതെ നമുക്ക് ഇതിന്റെ സ്ലേവ് സിലിണ്ടറും മാറേണ്ടതായിട്ടുണ്ട്. ക്ലച്ചിന്റെ മാസ്റ്റർ സിലിണ്ടർ കസ്റ്റമർ ഓൾറെഡി മാറി എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിന്റെ ക്ലച്ചിന്റെ മാസ്റ്റർ സിലിണ്ടർ ഓൾറെഡി കസ്റ്റമർ മാറിയിട്ടുണ്ട്. അത് നമ്മൾ നോക്കുന്ന സമയത്ത് പുതിയ മാസ്റ്റർ സിലിണ്ടർ തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ ക്ലച്ചിന് ടൈറ്റ് ആണ് മെയിൻ ആയിട്ട് വന്നേക്കുന്ന ഒരു കാര്യം. അപ്പോൾ ക്ലച്ചിന്റെ ടൈറ്റിന്റെ പ്രശ്നം നമ്മൾ ഓൾറെഡി ഇവിടെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ അഴിച്ചാണ് നമ്മൾ നേരത്തെ അത് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ടൈറ്റിന്റെ കാരണം ക്ലച്ച് തീർന്നിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ റിലീസ് ബെയറിംഗിൽ കയറിയിട്ട് അങ്ങനെ ക്ലച്ചിന്റെ റിലീസ് ബെയറിംഗിന്റെ ഭാഗത്ത് ടൈറ്റ് വരാൻ തുടങ്ങി. ക്ലച്ചിന്റെ ഇതാണ് ഇതിന്റെ സ്ലേവ് സിലിണ്ടർ വരുന്നത്. ഈ സ്ലേവ് സിലിണ്ടർ നമുക്ക് ഈ കൂട്ടത്തിൽ മാറണം. ക്ലച്ചിന്റെ മാസ്റ്റർ സിലിണ്ടർ എപ്പോഴും മാറുമ്പോൾ ഇതിന്റെ സ്ലേവ് സിലിണ്ടറൂടെ മാറ്റി വിടുക. കാരണം ഇതിനകത്ത് അഴുക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ
നമുക്ക് ഇതിനകത്തോട് നോക്കി ആ തുരുമ്പും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ തുരുമ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് നല്ല രീതിയിൽ ടൈറ്റ് ആവും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോ ക്ലച്ചിന്റെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ക്ലച്ചിന്റെ മാസ്റ്റർ സിലിണ്ടർ പൊട്ടിയ ഒരു അവസ്ഥയിലാണ് കസ്റ്റമർ ഇത് മാറിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ മാറുന്ന ഒരു അവസരത്തിൽ നമ്മൾ ഇതിന്റെ സ്ലേവ് സിലിണ്ടറുടെ മാറി വിടുക. അതുപോലെ തന്നെ ക്ലച്ചിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും മാറി വിടുക. കാരണം ക്ലച്ചിന്റെ ഇത് രണ്ടും മാറിയിട്ടും ക്ലച്ചിന്റെ ടൈറ്റ് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നമ്മളിപ്പോൾ അഴിച്ചപ്പോൾ കണ്ടാണ് ഇതിനകത്ത് ഫുള്ള് പൊടിയാണ്. നമ്മൾ ആ നേരത്തെയുള്ള പൊടിയും കാര്യങ്ങളും നമുക്ക് കാണിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ ഈ റിലീസ് ബെയറിംഗിൽ നോക്കുന്ന അവസരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതല്ല. ഇത് മാത്രമല്ല നമ്മൾ ഇനി ക്ലീൻ ചെയ്യാനായിട്ട് ഉള്ളത്. ഇത് ഫുള്ളായിട്ട് പൊടി അഴുക്കുമാണ് നിൽക്കുന്നത്. അതായത് ക്ലച്ച് തീർന്നതിന്റെ പൊടി അഴുക്കുമാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ നമ്മുടെ ക്ലച്ചിന്റെ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഇങ്ങോട്ട് നോക്കിയാലേ മനസ്സിലാവും ഇതിന്റെ പൊടിയും കാര്യങ്ങളും ഇവിടെ നിൽക്കുന്നത്. ഈ ഭാഗത്ത് ബ്ലേഡ് പോലെ നല്ല രീതിയിൽ തേഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് പിടുത്തവും കാര്യങ്ങളൊക്കെ സ്ലിപ്പിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ക്ലച്ച് ഡിസ്കിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഏകദേശം റിവിറ്റ് പിടിച്ചില്ലെന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോ ഇതാണ് ഇതിന്റെ പുതിയ ക്ലച്ച്, അതുപോലെ തന്നെ ക്ലച്ച് ഡിസ്ക്, പ്രഷർ പ്ലേറ്റ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഈ ഭാഗത്ത് നോക്കിയാൽ എന്തോരം റിവിറ്റ് താന്നാ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലച്ചിനെ കുറിച്ച് നമ്മൾ കുറേ വീഡിയോകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഈ റിവിറ്റിന്റെ കാര്യങ്ങൾ നല്ല ആഴത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വെട്ടിന്റെ കാര്യങ്ങൾക്ക് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും റിവിറ്റിന്റെ താഴ്ച ഇത്രയും പുതിയ ക്ലച്ചിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റിലീസ് ബെയറിംഗ് നോക്കുമ്പോൾ ഈ റിലീസ് ബെയറിംഗ് നമ്മൾ അനക്കുന്ന സമയത്ത് ചെറിയൊരു മൈന്യൂട്ട് പ്ലേ അല്ലാണ്ട് നല്ല രീതിയിലുള്ള പ്ലേ ഇതിന് വരില്ല. കറക്കുന്ന ടൈമിൽ നമ്മൾ ചെറിയൊരു ടൈറ്റിലായിരിക്കും കറക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ റിലീസ് ബെയറിങ്ങിന് മെയിനായിട്ട് നമ്മൾ ക്ലച്ച് മാറുന്ന സമയത്ത് റിലീസ് ബെയറിങ് കറക്റ്റായിട്ട് തന്നെ മാറി വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അതായത് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്തൊക്കെ ഒരു മൂളിച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ചിലപ്പോൾ ചവിട്ടുന്ന സമയത്ത് മൂളിച്ച് കിട്ടും. ചിലപ്പോൾ നമ്മൾ കാലം കൊണ്ട് പതുക്കെ വെക്കുന്ന സമയത്ത് എന്നുള്ള മൂളിച്ചയും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ റിലീസ് ബെയറിംഗ് ആയിരിക്കും കംപ്ലൈന്റ് വരുന്നത്. അപ്പോൾ അതിനാണ് ക്ലച്ച് മാറുമ്പോൾ ഇത്രയും കാര്യങ്ങളും നമ്മൾ മാറി വിടുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ പുതിയ ബ്രഷ് പ്ലേറ്റ്. കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ ഫിംഗറും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും. മറ്റേ ബ്രഷ് പ്ലേറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന്റെ ഫിംഗർ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. കുറച്ച് ഫിംഗർ താന്നിരിപ്പുണ്ട്. ഈ ഒരു 2 ഫിംഗർ താന്നിരിക്കുന്നു, ബാക്കിയുള്ള മുകളിലോട്ട് നിൽക്കുന്നു. ഈ ഒരു ഫിംഗർ താന്നിരിക്കുന്നു. അത് പ്രഷർ പ്ലേറ്റിന്റെ കംപ്ലൈന്റ് കൊണ്ടാണ് ഈ ഒരു കംപ്ലൈന്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ i20യെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിന്റെ ക്ലച്ച്, പ്രഷർ പ്ലേറ്റ്, ക്ലച്ച് ഡിസ്ക്, റിലീസ് ബെയറിംഗ് കാര്യങ്ങളൊക്കെ മാറണം. അതുപോലെ തന്നെ ഇതിന്റെ ക്ലച്ചിന്റെ സ്ലേവ് സിലിണ്ടർ നമുക്ക് മാറണം. ഓൾറെഡി ഇതിന്റെ ക്ലച്ചിന്റെ മാസ്റ്റർ സിലിണ്ടർ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വണ്ടികളിൽ കറക്റ്റായിട്ട് തന്നെ കൂളന്റ് ഒഴിച്ച് വണ്ടി ഓടുക. പീരിയോഡിക്കലായിട്ട് തന്നെ കൂളന്റ് കറക്റ്റായിട്ട് മാറി വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു വണ്ടിയൊക്കെ ആണെന്നെങ്കിൽ നല്ലൊരു എക്സ്പെൻസ് ആവും. എഞ്ചിനൊക്കെ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ എഞ്ചിൻ പണിയിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ വന്നാൽ, അല്ലെങ്കിൽ ഹെഡ് ബെൻഡ് ആവുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള എക്സ്പെൻസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കൂളന്റ് മെയിൻറ്റെയിൻ ചെയ്ത് വണ്ടി ഓടിക്കുക. പീരിയോഡിക്കലായിട്ട് തന്നെ കൂളന്റ് മാറി വിടുക. എവിടെയെങ്കിലും ചെറിയ ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കി വിടുക. ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗം ക്ലിയർ ചെയ്ത് വിടുക. ഏതാണോ ഓസിന്റെ ഭാഗങ്ങളോ എവിടെയെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ മാറി വിടുക. അപ്പോൾ ഷെവർലെറ്റ് ബീറ്റിന്റെ ഓവർ ഹിറ്റിനെ കുറിച്ച്, നമ്മൾ മാറിയ വാട്ടർ പമ്പ്, അതിന്റെ ഓസുകളെ കുറിച്ച് വേണം നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.